Hello guys, welcome back to the next part of our lesson. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർട്ടിലേജ് ആണ്. ഈ കഴിഞ്ഞ ലെസൺസ് ആയിട്ട് നമ്മൾ സെൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിഷ്യൂസ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിവിഷൻ ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡിവിഷൻ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് മസിൽസ് ആണ്. പക്ഷെ മസിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു കുഞ്ഞു പോർഷൻ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടിലേജ് ആണ് ഇന്നത്തെ ലെസൺ. നമുക്ക് കാർട്ടിലേജിന്റെ നോട്ടിലേക്ക് പോവാം. What is cartilage? Cartilage is a specialized type of connective tissue that forms the skeletal framework of some parts of the body. Example, auricle of the ear. ഇയറിന്റെ ഓറിക്കിൾ എന്ന് പറയുമ്പോൾ ഇയറിന്റെ ആ വെളിയിലിരിക്കുന്ന, അകത്തോ ഉള്ളിലേക്ക് പോവാതെ വെളിയിലിരിക്കുന്ന ആ നമ്മൾ മടങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോൺ ആണോ എന്ന് ചോദിച്ചാൽ ബോൺ അല്ല, അതൊക്കെ കാർട്ടിലേജ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് ദ സ്കെലറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് സം പാർട്സ് ഓഫ് ദ ബോഡി. ഇത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിന്റെ ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ടൈപ്സിലേക്ക് പോവാം. ഈ ഒരു കാർട്ടിലേജ് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹൈലിൻ, സെക്കൻഡ് വൺ ഇസ് ഇലാസ്റ്റിക് കാർട്ടിലേജ്, തേർഡ് വൺ ഇസ് ഫൈബ്രോ കാർട്ടിലേജ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹൈലൈൻ കാർട്ടിലേജിലേക്ക് പോവാം. ഈ ഒരു പിക്ചർ അത്ര നിർബന്ധമല്ല വരയ്ക്കണം എന്നുള്ളത്, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കുക. ഈ ഒരു പിക്ചർ കണ്ടിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. എന്ത് അനാറ്റമി പഠിക്കുന്നുണ്ടെങ്കിലും പിക്ചർ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. പിക്ചർ എപ്പോഴും പിക്ചർ ബേസ് വച്ചിട്ട് വേണം നിങ്ങളൊരു പോർഷൻ പഠിക്കാനായിട്ട്. അങ്ങനെ ആവുമ്പോൾ ഡിഫറെന്റ് ഏരിയാസും ആന്റീരിയർലി എന്താണ്, പോസ്റ്റീരിയർ ആയിട്ട് എന്താണ്, ബാക്കിൽ എന്താണ്, ഫ്രണ്ടിൽ എന്താണ്, സൈഡിൽ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഹൈലൈൻ കാർട്ടിലേജിലേക്ക് പോവാം. ഹൈലൈൻ കാർട്ടിലേജ് ഈസ് ട്രാൻസ്പെറന്റ് ഇൻ അപ്പിയറൻസ്. കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാർട്ടിലേജ് ആണ് ഹൈലൈൻ കാർട്ടിലേജ്. ദ ഫ്രീ സർഫസ് ഓഫ് ദിസ് ഇസ് കവേർഡ് ബൈ ഫൈബ്രസ് മെംബ്രെയിൻ കോൾഡ് പെരികോൺഡ്രിയം. ഈ ഒരു ഫ്രീ സർഫസ്, ഇതിന്റെ എൻഡൊക്കെ ഈ ഒരു ഏരിയ ആണ് പെരികോൺഡ്രിയം എന്ന് പറയുന്നത്. പെരികോൺഡ്രിയം. അപ്പൊ ഈ ഒരു സൈഡ് എൻഡ് സർഫസസിനെയൊക്കെ തന്നെ പറയുന്നത് പെരികോൺഡ്രിയം എന്നാണ്. അപ്പൊ ഫ്രീ സർഫസ് ഓഫ് ദിസ് ഇസ് കവേർഡ് ബൈ ഫൈബ്രസ് മെംബ്രെയിൻ. ഇതൊക്കെ തന്നെ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് ഈ എൻഡിൽ കാണുന്നത്. അതിന് നമ്മൾ പെരികോൺഡ്രിയം എന്നാണ് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഇതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽ പിക്ചറിലേക്ക് പോവാം. മൈക്രോസ്കോപ്പിക് പിക്ചർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഹൈലൈൻ കാർട്ടിലേജ് കാണുന്നത്. കുറെ കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ കണക്കിലൊക്കെ നോക്കിയാൽ ഇതാണ് ഹൈലൈൻ കാർട്ടിലേജിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോട്ടിലേക്ക് പോവാം. The chondrocytes are large and are usually present in groups of 2, 4, 8, 16 etc. within the spaces called lacunae. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് വേർഡ്സ് ഇതിൽ തന്നെ ഉണ്ട്. കോൺഡ്രോസൈറ്റ്സ്. അപ്പൊ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് കോൺഡ്രോസൈറ്റ്സ്? ഓക്കെ, അപ്പൊ കോൺഡ്രോസൈറ്റ് എന്താണെന്ന് വെച്ചാൽ മെച്യൂർ സെൽസ് ഓഫ് ദ കാർട്ടിലേജ്. കാർട്ടിലേജിലെ മെച്യൂർ ആയിട്ടുള്ള സെൽസ്, മെച്യൂർ സെൽസ് ഇൻ കാർട്ടിലേജ് ഈസ് നോൺ ആസ് കോൺഡ്രോസൈറ്റ്സ്. നല്ല മെച്യൂർ ആയിട്ടുള്ള, നല്ല ഒരു പരുവമായിട്ടുള്ള സെൽസ്, കാർട്ടിലേജിലെ സെൽസിന് നമ്മൾ കോൺഡ്രോസൈറ്റ്സ് എന്ന് പറയും. അടുത്തതായിട്ട് ലാക്കുനെ. ലാക്കുനെ എന്താണ്? ദ സെൽസ് ലൈ ഇൻ സ്മോൾ സ്പേസസ് കോൾഡ് ലാക്കുനെ. ലാക്കുനെ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലാണ് സെൽസ് ഒക്കെ തന്നെ നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ ലാക്കുനെ എന്ന് പറയുന്നത്. അപ്പോൾ സെൽസ് ലൈ in small spaces. Cells lie in small spaces called lacunae. അതാണ് ലാക്കുനെ എന്ന് പറയുന്ന ഒരു ഏരിയ. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ മെച്യൂർ ആയിട്ടുള്ള സെല്ലിനെ നമ്മൾ കോൺഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു. ഇനി മെച്യൂർ അല്ലാത്ത സെല്ലിനെ, യങ് ആയിട്ടുള്ള സെല്ലിനെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് പറയും. അതാണ് സ്മോളറും യങ്ങും ആയിട്ടുള്ള സെൽസ്. ഓക്കെ, യങ് സെൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു വേർഡ്സ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അടുത്ത് ദീസ് ഗ്രൂപ്പ് ആർ കോൾഡ് സെൽ നെറ്റ്സ്. അപ്പൊ ഈ കോൺഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് വലുതും അതേപോലെ തന്നെ യൂഷ്വലി ഗ്രൂപ്പിലാണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് സെൽ നെസ്റ്റ് എന്നാണ്. അപ്പൊ അതിന്റെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം.
അപ്പൊ സീ ദിസ് പിക്ചർ. അപ്പൊ ഇതെല്ലാം തന്നെ ഓരോ സർക്കിളിന്റെ ഉള്ളിലാണ് ഈ ഒരു 3ഉം 4ഉം 2ഉം സെൽസ് വെച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതിനുള്ളിൽ 4 സെൽസ് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ 2 സെൽസ് ഉണ്ട്. അപ്പൊ ഈ സെൽസ് ഒക്കെ തന്നെ അതിനകത്ത് ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ സെൽ നെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ പെരികോൺഡ്രിയം, അതേപോലെ തന്നെ ഇതിനെ നമ്മൾ സെൽ നെസ്റ്റ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ജസ്റ്റ് ബിലോ ദ പെരികോൺഡ്രിയം, പെരികോൺഡ്രിയത്തിന് താഴെയായിട്ട് ദർ ആർ ന്യൂമറസ് ഇലോങ്ങേറ്റഡ് ഫൈബ്രോബ്ലാസ്റ്റ്സ് ആർ പ്രസന്റ്. ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രസന്റ് ആണ്. നമുക്ക് അതിനെ ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുക. ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ ഇതിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കുറച്ച് ലൈൻസ് കണ്ടല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഫൈബ്രോബ്ലാസ്റ്റ് ഡയഗ്രാം സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെരികോൺഡ്രിയം, സൈഡിലുള്ള ഈ ഒരു ബോർഡർ പെരികോൺഡ്രിയം. പെരികോൺഡ്രിയത്തിന്റെ എൻഡിലായിട്ട് കുറച്ച് ഇതേപോട്ട് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ദിസ് ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഈസ് ഫൗണ്ട് in costal cartilages present in the anterior ends of rib. റിബിൻ്റെയൊക്കെ ആൻറ്റീരിയർ ആയിട്ടുള്ള എൻഡുകളിൽ, റിബിൻ്റെയൊക്കെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ആ ഒരു എൻഡുകളിലൊക്കെ അതിനെ നമ്മൾ കോസ്റ്റൽ കാർട്ടിലേജ് എന്ന് പറയും. ആ ഒരു ഏരിയയിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് കാർട്ടിലേജ് പ്രസന്റ്. അതുപോലെ തന്നെ ട്രക്കിയൽ റിബ്സിലൊക്കെ പ്രസന്റ് ആണ്. ട്രക്കിയ ഉണ്ടല്ലോ, ആ ട്രക്കിയയിൽ അവിടെയുള്ള റിബുകളിലൊക്കെ തന്നെ ഈ ഒരു കാർട്ടിലേജ് പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് കാർട്ടിലേജിലേക്ക് പോവാം. ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇലാസ്റ്റിക് കാർട്ടിലേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അല്ലാത്ത ഇമേജ് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഇലാസ്റ്റിക് കാർട്ടിലേജ് ഇരിക്കുന്നത്. കുറച്ച് ഒരുപാട് വേരുകളൊക്കെ നിറഞ്ഞതുപോലെയാണ്. അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് നോട്ട്സിലേക്ക് പോവാം. ഇൻ ഫ്രഷ് സെക്ഷൻ ഇറ്റ് അപ്പിയേഴ്സ് യെല്ലോ. ഇലാസ്റ്റിക് കാർട്ടിലേജ് മാത്രമല്ല, നേരത്തെ നമ്മൾ ഇലാസ്റ്റിക് ടൈപ്സ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞപ്പോഴും അത് യെല്ലോ ഷെയ്ഡ് ആയിരുന്നു. അപ്പൊ ഇതും ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരു ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും ഇതിന്റെ കളർ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് യെല്ലോ ഇലാസ്റ്റിക് ഫൈബേഴ്സ്. യെല്ലോ ഇലാസ്റ്റിക് ഫൈബേഴ്സ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫ്രഷ് സെക്ഷൻ എന്ന് പറയുന്നത് യെല്ലോ കളറിലായിരിക്കും. ദ ഫ്രീ സർഫസ് കവേർഡ് ബൈ പെരികോൺഡ്രിയം. ഫ്രീ ആയിട്ടുള്ള സർഫസ് പെരികോൺഡ്രിയം വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. അടുത്തത് ലാർജ് കോൺഡ്രോസൈറ്റ്സ്. നേരത്തെ പറഞ്ഞ ആ സാധനം കോൺഡ്രോസൈറ്റ്സ് ആർ സീൻ വിത്തിൻ ദ ലാക്കുനെ. ഇതിലും തന്നെ ഈ ഒരു കോൺഡ്രോസൈറ്റ്സ് പ്രസന്റ് ആണ്. അത് ലാക്കുനയിൽ തന്നെ ആയിരിക്കും കാണുന്നത്, ലാർജ് ആയിട്ടുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഇലാസ്റ്റിക് കാർട്ടിലേജ് ഈസ് ഫ്ലെക്സിബിൾ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർട്ടിലേജ് ആണ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. എക്സ്പെഷ്യലി നമ്മുടെ പിന്ന, ഇയറിന്റെ ചെവിയുടെ കമ്മലിടുന്ന ആ ഒരു ഏരിയ ആണ് പിന്ന. ആ പിന്നയിലും അതേപോലെ തന്നെ എപ്പിഗ്ലോട്ടിസ്, നമ്മുടെ തൊണ്ടയിൽ നമ്മൾ വിഴുങ്ങയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും താഴെ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, തൊണ്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന, അതാണ് എപ്പിഗ്ലോട്ടിസ്. ഈ ഒരു എപ്പിഗ്ലോട്ടിസും പിന്നെയും ഒക്കെ തന്നെ ഇലാസ്റ്റിക് കാർട്ടിലേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു പിക്ചർ നമുക്ക് കാണുന്നത് ഇലാസ്റ്റിക് കാർട്ടിലേജിന്റെ. നമുക്കിനി നെക്സ്റ്റ് കാർട്ടിലേജിലേക്ക് പോവാം. അടുത്ത കാർട്ടിലേജ് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് തിക്ക് ബണ്ടിൽസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ്. നല്ല തിക്ക് ബണ്ടിൽസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് പ്രസന്റ് ആയിട്ടുള്ള കാർട്ടിലേജ് ആണ് ഫൈബ്രോ കാർട്ടിലേജ്. ആൻഡ് ദ സെൽസ് ആർ ഫ്രീക്വന്റ്ലി അറേഞ്ച്ഡ് ഇൻ റോസ്. നല്ല ഒരു വര പോലെയൊക്കെ ആയിരിക്കും ഈ ഒരു സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരുമിച്ച് പോയിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ റോസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മോസ്റ്റ്ലി ഇതിന്റെ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അടുത്ത there is no പെരികോൺഡ്രിയം. പെരികോൺഡ്രിയം ഇല്ല. ഇപ്പൊ തന്നെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ലെയർ ഒന്നും ഇല്ല. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അത് ഇല്ല. അപ്പോൾ പെരികോൺഡ്രിയം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ആബ്സെന്റ് ആണ്. there is no പെരികോൺഡ്രിയം. this type of cartilage has great textile strength. നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, നല്ല സ്ട്രെങ്തും ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. ഇന്റർവേർട്ടിബ്രൽ ഡിസ്കിലൊക്കെയാണ് ഈ ഒരു കാർട്ടിലേജ് പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് അല്ലാതെ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫൈബ്രോ കാർട്ടിലേജിന്റെ പിക്ചർ. ഓൾമോസ്റ്റ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ഒക്കെ തന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ അതിന്റെ
ഡിഫറൻസ് കാണുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അബൌട്ട് കാർട്ടിലേജ്. കാർട്ടിലേജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാർട്ടിലേജിനെ പറ്റിയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ കാർട്ടിലേജിന്റെ ഡിഫറെന്റ് ടൈപ്സ്, വാട്ട് ഈസ് കാർട്ടിലേജ് എന്നുള്ളതും അതേപോലെ തന്നെ വാട്ട് ഈസ് കാർട്ടിലേജ്, പിന്നെ കുറച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈലീൻ കാർട്ടിലേജ് ആൻഡ് ഫൈബ്രോ കാർട്ടിലേജിന്റെ ഡിഫറൻസ്, അതേപോലെ തന്നെ ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് ഇലാസ്റ്റിക് കാർട്ടിലേജ് തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആൻഡ് ഹൈലീൻ കാർട്ടിലേജ് വെച്ചിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ ഈ വക ഡിഫറൻസസ് എല്ലാം തന്നെ പഠിച്ചു വെക്കുക. ഇതിന്റെ പിക്ചേഴ്സ് വരയ്ക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, എന്നാലും പിക്ചേഴ്സ് നമ്മൾ നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഒരു പോർഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ പഠിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ നോട്ട്സിലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അടുത്ത സെക്ഷൻ മസിൽസ് ആണ്. അത് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മസിൽസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബൈ.